കോഴിക്കോട് മൂഴിക്കലിൽ കൊല്ലപ്പെട്ട 16-കാരി നസ്രീനയുടെ 2 ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തു. ജീവനൊടുക്കിയ ബന്ധു അദ്നാന്റെ ഫോണും കിണറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായാണ് പോലീസ് പറയുന്നത്. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ദിലിഷ, എന്താണ് ഈ ഫോൺ കിണറിൽ നിന്ന് കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ? പോലീസ് എന്തെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ടോ? അസിത പ്രജിൻ, ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായിട്ടുള്ള അദ്നാൻ എന്ന യുവാവ് സ്വയം ജീവനൊടുക്കുന്നത്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും എല്ലാം ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം. മാത്രമല്ല, അദ്നാന്റെ സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കേസിൽ കൂടുതൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുന്നതിനായിട്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട നസ്രീനയുടെയും അതുപോലെ ജീവനൊടുക്കിയ അദ്നാന്റെയും മൊബൈൽ ഫോണുകൾ ഈ കൃത്യം നടന്ന വീട്ടിലെ തന്നെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. നസ്രീനയുടെ 2 ഫോണുകളും അദ്നാന്റെ 1 ഫോണുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്നാന്റെ മറ്റൊരു ഫോൺ അദ്നാൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്നാനാണ് ഈ മൊബൈൽ ഫോണുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊരു നിഗമനത്തിലല്ല നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. അത് പുറത്തുനിന്ന് മറ്റാരോ ചെയ്തതാണ് എന്നൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം അദ്നാനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ മുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള മൊബൈൽ ഫോണും അദ്നാൻ അത് നശിപ്പിച്ചേനെ. എന്നാൽ ഇത് ബന്ധുക്കൾ ആരെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിലെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന ഒരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.